ഈ ഒരു വീക്ക് നമുക്ക് ഗോൾഡിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കംപ്ലീറ്റ് ഒരു മാർക്കറ്റ് പ്ലാൻ നമുക്ക് നോക്കാം. സോ ഇതൊരു പ്രീ മാർക്കറ്റ് അനലൈസ് ആണ്. നമുക്ക് വരാൻ പോകുന്ന ദിവസത്തിൽ മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റിന്റെ ട്രെൻഡാണ് നോക്കേണ്ടത്. നമുക്കറിയാം ഗോൾഡ് എന്നുള്ളതല്ല, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും ഫസ്റ്റ് മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് മാർക്കറ്റ് ഡാറ്റാസ് നമുക്ക് എന്താണ് തരുന്നത്, മാർക്കറ്റിന്റെ ട്രെൻഡാണ് ഫസ്റ്റ് നമുക്ക് ഡാറ്റാസ്. ഇപ്പോൾ ടെക്നിക്കൽ അനലൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്തത് എന്നുള്ളതാണ്. സോ ഗോൾഡിൽ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി ഡാറ്റാബേസ് ആണ് ഫസ്റ്റ് നമുക്ക് എടുക്കുന്നത്. സോ ഇവിടെ മന്ത്ലി ഡാറ്റാബേസ് എടുക്കുമ്പോൾ ഓരോ ടൈം ഫ്രെയിമിനെ നമുക്ക് റിഫൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രെൻഡിനെ അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഓവറോൾ ട്രെൻഡ് ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മാർക്കറ്റിന്റെ ഒരു സ്റ്റോറി ലൈൻ നോക്കാം. നമുക്ക് ഫസ്റ്റ് മാർക്കറ്റിൽ വരുന്നത് ഒരു ബുള്ളി സ്ട്രക്ചർ ആണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ബുള്ളി സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്, ഹയർ ഹൈസും ഹയർ ലോസും വെച്ചിട്ട്. സോ ബേസിക് ആണ്, മാർക്കറ്റിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ആണ് നമുക്ക് ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഏതൊരു ട്രേഡറും ഇനീഷ്യൽ സ്റ്റേജിൽ ഫസ്റ്റ് മാർക്കറ്റിൽ വരുമ്പോൾ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ട്രെൻഡിനെ റീഡ് ചെയ്യാം എന്നുള്ളതാണ്. പലരും പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് മാർക്കറ്റ്, ഇവിടെ ഒരു ലോ വരുന്നുണ്ട്, ഇവിടെ ഒരു ഹൈ വരുന്നുണ്ട് അല്ലേ. സോ മാർക്കറ്റ് എന്താണ്, ഒരു പുള്ളി സ്ട്രക്ചർ മാർക്കറ്റ്, ഒരു ഇമ്പൾസീവ് സ്ട്രക്ചർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നൈസ്. അടുത്തത് എന്താണ്, മാർക്കറ്റ് ഒരു കറക്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു കറക്ഷൻ മൂവ്മെന്റം വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹൈ ഉണ്ട്, പ്രീവിയസ് ലോ അവിടെ ഉണ്ട്. പിന്നെ എന്താ സംഭവിച്ചു, ഈ ഒരു ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, നെക്സ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, പുതുതായിട്ടുള്ള ഒരു ഹൈ വന്നിട്ടുണ്ട്. സോ പ്രീവിയസ് ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ പുതിയ ഒരു ഹൈ ഫോം ചെയ്തു. അതിന് നമുക്ക് ഹയർ ഹൈ എന്ന് പറയാം. എല്ലാവർക്കും അറിയുന്ന ബേസിക് കാര്യമാണ്, പക്ഷെ നമ്മൾ ഒന്നും കൂടെ പറയുന്നതുള്ളൂ. പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കറക്ഷൻ തന്നിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെയും അതേപോലെ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളി സ്ട്രക്ചറിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയ ലോ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ വീണ്ടും ഒരു നല്ല രീതിക്ക് ഒരു ഇമ്പൾസീവ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്കറ്റ് നല്ല രീതിക്ക് ഒരു ഇമ്പൾസീവ് റൺ ക്രിയേറ്റ് ചെയ്ത ഒരു ഇയർ ആയിരുന്നു ഗോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നമുക്കിപ്പോൾ ഒരു കാര്യം, നമുക്ക് ബേസിക് സിമ്പിൾ ആയിട്ടൊരു കാര്യം നമുക്ക് എന്താ മനസ്സിലായത്, ഒരു 1 മന്തിന്റെ ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ ഇത് എന്താണ് സ്ട്രക്ചർ, ബുള്ളി സ്ട്രക്ചർ ആണ് അല്ലേ. സോ ഫസ്റ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ എന്ത് വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ ഈ ഒരു ട്രെൻഡിനെ ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ 1 മന്ത് ടൈം ഫ്രെയിം നോക്കിയപ്പോൾ ബുള്ളിഷ് വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത്, നമുക്ക് മന്ത്ലി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ട്രേഡിങ്ങിൽ വീക്ക്ലി ബേസിലാണ് ക്യാൻഡിൽസ് ഫോം ആവുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു 1 മന്ത് ബേസ് ബുള്ളിഷ് ആണ്, ഇനി വീക്ക്ലി ബേസ് എന്താ നോക്കണം. ഓക്കെ. അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്യുന്നു, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് വീക്ക്ലി ബേസിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. വീക്ക്ലി ബേസിൽ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എന്താ ചെയ്തത്, 1 മന്ത് ടൈം ഫ്രെയിമിൽ നിന്ന് 1 വീക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. സോ ഫസ്റ്റ് ഞാൻ നോക്കിയത് എന്താണ്, മാർക്കറ്റിൽ ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചറാണ് നോക്കിയത്, പുറത്തുള്ള സ്ട്രക്ചർ, ഹയർ ടൈം ഫ്രെയിമിന്റെ സ്ട്രക്ചർ റീഡ് ചെയ്യുന്നതിന് എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. ഇനി എനിക്ക് വേണ്ടത്, ഞാനൊരു ഇൻട്രാഡേ ട്രേഡർ ആയതുകൊണ്ട് ഇന്റേണൽ സ്ട്രക്ചേഴ്സിലോട്ട് എനിക്ക് മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അടുത്തത് ഈ നിന്ന് ഞാൻ ഇന്റേണലിലോട്ട് വരുന്ന സമയത്ത്, അതായത് എന്താണോ ഫസ്റ്റ് ഞാൻ റീഡ് ചെയ്തത് അതിന്റെ ചെറിയ ടൈം ഫ്രെയിം ആണ് നമ്മുടെ ഇന്റേണൽ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വീക്ക്ലി ബേസ് എന്താ സംഭവിക്കുക, ഇപ്പോൾ ഞാൻ ഒരു സിമ്പിൾ കേസ് നിങ്ങൾക്ക് ഇത് സ്റ്റഡി മെറ്റീരിയൽ ആണ്, നല്ല രീതിക്ക് നോക്കാം. ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുന്നത് എപ്പോഴാണെന്നറിയോ, മാർക്കറ്റ് സ്ട്രക്ചർ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പഠിക്കുമ്പോൾ. ഇപ്പോൾ ഇതൊരു 1 മന്തിന്റെ ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചു, ഒരു മന്ത്ലി ബേസിൽ ഒരു ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ട്. അപ്പോൾ ഇതൊരു എക്സ്റ്റേണൽ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഒരു മന്ത്ലി ക്യാൻഡിലിന്റെ ഈ ഒരു ക്യാൻഡിലിന്റെ ഉള്ളിൽ നമ്മളൊരു വീക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മാസം എന്ന് പറഞ്ഞാൽ 4 വീക്കാണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, 4 ക്യാൻഡിൽസ് ഉണ്ടായിരിക്കില്ല ഇതിന്റെ ഉള്ളിൽ. സോ മേ ബി ആ ഒരു 4 ക്യാൻഡിൽ, ഇപ്പൊ നമുക്കൊരു ക്യാൻഡിൽ ഉണ്ട്, 2 ക്യാൻഡിൽ ഉണ്ട്, മൂന്നാമത്തെ ക്യാൻഡിൽ നമുക്ക് ചെറിയൊരു സെൽ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു, നാലാമത്തെ ക്യാൻഡിൽ വീണ്ടും ഒരു ബൈ ക്യാൻഡിൽ ഫോം ചെയ്തു അല്ലേ. ഇങ്ങനെ ആയിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ഒരു വീക്ക്ലി ബേസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ലോ ഉണ്ട്, മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ഹൈ എടുത്ത് അല്ലേ, വീണ്ടും ഒരു ചെറിയ ലോ എടുത്ത് വീണ്ടും ഒരു ഹൈ എടുത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കണ്ട്, നമ്മളൊരു ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചർ കണ്ടില്ലേ. വളരെ എളുപ്പമല്ലേ, എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ സിമ്പിൾ കാര്യമാണല്ലേ ഇത്. അപ്പോൾ 2 സ്ട്രക്ചർ നമ്മളിവിടെ കണ്ടു. അതായത് ഒരു ഇമ്പൾസീവ് വോളിയം പോയി, അതായത് മന്ത്ലി ബേസ് ഒരു വോളിയം പോയി. ഞാൻ വീക്കിലി എടുത്തപ്പോൾ എന്താ സംഭവിച്ചു, ഈ വീക്കിലിയിൽ ഈ മന്ത്ലി പോയത് എങ്ങനെയാ, ഒരു ഹൈ ഒരു ലോയും തന്നിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു, വീക്കിലി ബേസിലോട്ട് തിരിച്ചു വന്ന സമയത്ത് മന്ത്ലി നിന്ന് നമ്മൾ വീക്കിലോട്ട് നമ്മൾ നേരത്തെ ഇവിടെ ഒന്നും കൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് മന്ത്ലി നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു ഇമ്പൾസീവ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇമ്പൾസീവ് സ്ട്രക്ചർ ഇല്ല, ഇവിടെ നിന്ന് മുതൽ ഈ ഒരു ഏരിയ തൊട്ട് ഈ ഒരു ഏരിയ വരെ ഹൈ മൊമെന്റം മാർക്കറ്റ് തന്നിട്ടുണ്ട്. ആ സെയിം ഏരിയ ഞാൻ വീക്കിലി എടുത്തപ്പോൾ അതിന്റെ ഉള്ളിൽ കുറെ ഹയർ ഹൈസും ഹയർ ലോസും വെച്ചിട്ടാണ് മാർക്കറ്റ് ഒരു ഇന്റേണൽ സ്ട്രക്ചർ പോയിട്ടുള്ളത്. അപ്പോൾ വീക്കിലി ബേസ് വരുന്ന സമയത്ത് നമുക്ക് ഓവറോൾ ബുള്ളിഷ് ആണ് അല്ലേ. എന്തുകൊണ്ടാണ്, നമുക്കറിയാം ആസ് പെർ പ്രൈസ് ആക്ഷൻ നമ്മളൊരു ട്രെൻഡ് ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ
പ്രീവിയസ് ആയിട്ടുള്ള ലോനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഏതാണ് വീക്ക്ലിൻ്റെ ലോ? പ്രീവിയസ്. ഇതാണ് വീക്ക്ലിൻ്റെ പ്രീവിയസ് ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റത്തെ 2 വീക്സ് ഒക്കെ നമുക്കറിയാം മാർക്കറ്റ് ഇവിടെ റിജക്ട് ചെയ്യുന്നു, മുകളിൽ ക്ലോസ് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. സ്റ്റിൽ മാർക്കറ്റ് എന്താണ്? വീക്ക്ലി ബേസും മാർക്കറ്റ് ബുള്ളിഷാണ്. 1 മന്ത്ലി ബേസ് എന്താണ്? ബുള്ളിഷാണ്. അതേപോലെ 1 വീക്ക് ബേസ് നോക്കാന്നുണ്ടെങ്കിൽ അതും ബുള്ളിഷാണ്. വീക്ക് ബേസ് ഇയറിഷ് ആവണം എന്ത് ചെയ്യണം? ഈ ഒരു സ്ട്രക്ചർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഇത് കറക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഫാളോ ആവും. ഒരു കറക്ഷൻ മൂവ്മെന്റ് ഇവിടെ തരും, ബ്രേക്ക് റീട്രേസ്മെന്റ് വരും, പിന്നെ നമുക്ക് ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് ഫാളോ ആവും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താ അറിയാം? മന്ത്ലി ബേസിലോട്ട് തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഈ താഴത്തുള്ള ഒരു ചെറിയൊരു കറക്ഷൻ ഏരിയ ഉണ്ട്, അവിടെലോട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും? തിരിച്ച് റീട്രേസ്മെന്റ് എത്തും. ഇതൊരു ഇമ്പൾസീവ് മൂവ്മെന്റ് ആണ് മാർക്കറ്റ് ഫോം ചെയ്തത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം മനസ്സിലായി. മന്ത്ലി ബേസ് നമ്മൾ ബുള്ളിഷാണ്, വീക്ക്ലി ബേസ് നമ്മൾ ബുള്ളിഷാണ്. ഇനി നമുക്ക് അടുത്ത ടൈം ഫ്രെയിം ഏതാണ്? ഡെയിലി ടൈം ഫ്രെയിം, അതായത് ഓരോ ദിവസം ഫോം ചെയ്യുന്ന ക്യാൻഡിൽ. അപ്പോൾ ഇനി നമ്മൾ ഇന്റേണൽ സ്ട്രക്ചർ ആയില്ലേ. വീക്ക്ലി ബേസ് എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ച, അതായത് ഒരു ആഴ്ച ഫോം ചെയ്യുന്ന ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം എക്സാക്ട് ഓപ്പോസിറ്റ് കേസ്, ഒരു ഡെയിലി ബേസ് ഒരു വീക്ക്ലി ബേസിന്റെ ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്ര ഡെയിലി ക്യാൻഡിൽസ് ഉണ്ടാവും? 5 ഡേയ്സ് ഉണ്ടായിരിക്കും അല്ലേ. മൺഡേ ടു ഫ്രൈഡേ ഉള്ള 5 ക്യാൻഡിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ 5 ക്യാൻഡിൽസും ചിലപ്പോൾ എന്തായിരിക്കും? ഒരു സ്ട്രക്ചർ ഇവിടെ തരും. അപ്പോൾ നമുക്ക് എന്താവുന്നു? ഒരു ഹയർ ടൈം ഫ്രെയിം ലോവർ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി ബേസ് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ വീക്ക്ലി ബേസും മന്ത്ലി ബേസും ബുള്ളിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെയിലി ബേസ്, ഇപ്പോൾ മാർക്കറ്റിന്റെ 2 ട്രെൻഡും ബുള്ളിഷാണ്. അപ്പോൾ നമുക്കൊരു പ്രയോറിറ്റി, ഒരു ബൈയിലോട്ടുള്ള ഒരു പ്രയോറിറ്റി ആയിരുന്നുണ്ട്. ഇനി ഡെയിലി ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡെയിലി ബേസിൽ മാർക്കറ്റ് പ്രീവിയസ് ലോ, ഇപ്പോൾ ഇവിടെയാണ് മാർക്കറ്റ് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതേ സാധനം ഡെയിലി ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഹൈ ഉണ്ട്, ലോ ഉണ്ട്, ഹൈ ഉണ്ട്, ലോ ഉണ്ട്, ഹൈ ഉണ്ട്. ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്ത് ഇവിടുന്ന് ചെറിയൊരു കറക്ഷൻ തന്നൊരു ലോ വന്ന് ഈ ലോനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു, പിന്നെ ഒരു ലോവർ ഹൈ വന്ന് വീണ്ടും ഇതിനെ ബ്രേക്ക് വരുന്നു, വീണ്ടും ഒരു ഇവിടെ മാർക്കറ്റ് നമുക്കൊരു ഡൗൺ ഷിഫ്റ്റ് ഒരു കറക്ഷൻ തന്ന്. നമുക്കറിയാം ഒരു ഹെൽത്തി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരൊറ്റയടിക്ക് ഒരു ഇമ്പൾസീവ് വോളിയം ക്രിയേറ്റ് ചെയ്യുന്നതല്ല. ഒരു ഹൈ ഫോം ചെയ്ത ഒരു ലോ ഫോം ചെയ്തിട്ടാണ് ഒരു ഹൈ ഫോം ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ഒരു ലോണ് നമുക്ക് ഒരിക്കലും സെല്ല് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു കറക്റ്റീവ് മൊമെന്റം മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്ത്? ഡെയിലി ബേസ് നമുക്കൊരു കറക്റ്റീവ് മൊമെന്റം ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഡെയിലി ബേസ് ഒരു ബിയറിഷ് ട്രെൻഡ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഈ സൂം ചെയ്ത് നോക്കുന്ന ഈ ഒരു ലെവലിൽ ഇവിടെയാണ് നമ്മളെ ഒരു ഇപ്പോൾ കറന്റ് വീക്ക്ലി ബേസ് നിൽക്കുന്ന സപ്പോർട്ട് ഏരിയ. ഈ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്കറ്റ് ഡെയിലി ബ്രേക്ക് ചെയ്യണം. ഇനി നമുക്ക് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രീവിയസ് ക്രിയേറ്റ് ചെയ്ത ലോവർ ഹൈ ഏതാണ്? ഈ ഒരു ഏരിയ ആണ് അല്ലേ. ഈ ഒരു ഏരിയനെ ഒരു ക്യാൻഡിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ എന്താ ഇത്? മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയി. അപ്പോൾ അങ്ങനെ വരാന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി ബേസ് ബുള്ളിഷ്, വീക്ക്ലി ബേസ് ബുള്ളിഷ്, ഡെയിലി ബേസും ബുള്ളിഷ്. അപ്പോൾ നമ്മൾ ചെറിയ ടൈം ഫ്രെയിം ഒക്കെ നമ്മൾ ബൈ ചെയ്യാനായിരിക്കും പോവുക. ഓക്കെ. സോ ഞാനിനി ഈ പ്രീവിയസ് സ്റ്റോറീസ് ഒക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. കറന്റ് മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ, അപ്പോൾ ഈ ഒരു ഏരിയയാണ് ഇപ്പോൾ കറന്റ് ആയിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു സപ്പോർട്ട്, ഒരു SNR ലെവൽ ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു മാർക്കറ്റ് മേജർ കീ സോൺ. ഈ കീ സോൺ വരക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം മൾട്ടിപ്പിൾ ടൈമിൽ റിജക്ട് ചെയ്ത ഏരിയ ആണ്. ഇവിടെ നമുക്ക് നോക്കാം, ഇത് റിജക്ട് ചെയ്തിട്ടുണ്ട്, ഇത് റിജക്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്യാൻഡിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെയുള്ള ലോനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം? ഈ ലെവലിൽ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് കയറാം, എന്നിട്ട് മാർക്കറ്റ് ഫാൾ ആവാം. ഓക്കെ. അങ്ങനെ ഫാൾ ആവുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് പ്രീവിയസ് വീക്കിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓർ പ്രീവിയസ് ഡേയ്സിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഓൾറെഡി ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ഫ്രൈഡേസും തേഴ്സ്ഡേസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് കയറുന്നു, ഇവിടെ ടാപ്പ് ചെയ്യുന്ന ക്യാൻഡിൽ കയറുന്നു. ഇനി ഇന്നത്തെ ഒരു ദിവസം ഇതിന്റെ താഴത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നാളെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കേസ് നമുക്ക് നോക്കാം. നാളെ നമ്മൾ ഇതിന്റെ താഴോട്ടാണ് ക്യാൻഡിൽ ക്ലോസ്, സെൽ ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പുഷ് മുകളിലോട്ട് തരുന്നു. 4026 എന്ന് പറയുന്ന പ്രൈസിലോട്ട് പുഷ് ചെയ്യുന്നു. നേരെ TP നമുക്ക് എന്ത് ചെയ്യുന്നു? 3973. പിന്നീട് നമ്മൾ സെല്ലിലോട്ട് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലോകളെ ബ്രേക്ക് ചെയ്യണം. കാരണം 2 ടൈം ഫ്രെയിം ബുള്ളിഷ് ട്രെൻഡ് ആണ്. അപ്പോൾ ഇവിടെ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലോസിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഓക്കെ. സോ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 അവറിലോട്ട് വരുന്നു. അപ്പോൾ വീക്കിലി നമുക്ക് ഇപ്പോൾ ഡെയിലിയിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഒരു കൺസൾട്ടേഷൻ മാർക്കറ്റാണ്. ഈക്വൽ ഹൈസും ഈക്വൽ ലോസും ആണ്. ഒരു പ്രോപ്പർ ട്രെൻഡിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഓക്കെ. നമുക്ക് ഇവിടെ നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നമുക്കിപ്പോൾ കഴിഞ്ഞൊരു വീക്കിൽ നിന്ന് നമ്മൾ നോക്കി തുടങ്ങുന്നുണ്ടെങ്കിൽ ചെറിയൊരു ബുള്ളിഷ് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ചെയ്യാം. എന്തുകൊണ്ടാണ്? ഈ സപ്പോർട്ടിന് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇന്നും ഇത് ബ്രേക്ക് ആയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പുൾ ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഈ ഹൈനെ ബ്രേക്ക് ചെയ്താലാണ് ട്രെൻഡ് ചേഞ്ച് ആവാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ചില ഏരിയകൾ നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഏരിയകൾ നമുക്ക് റിവേഴ്സൽസ് കാണിച്ചു തരും. ഓക്കെ. സോ ആ ഒരു ഏരിയ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 4 അവർ വന്നാൽ നമുക്ക് അവിടെ സ്ട്രക്ചർ കിട്ടില്ലേ. നേരത്തെ ഞാൻ പറഞ്ഞത് എന്താ നിങ്ങളുടെ അടുത്ത്? ഓരോ ടൈം ഫ്രെയിമിലും ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സിനെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഇപ്പോൾ 4 അവർ നോക്കുകയെന്നുണ്ടെങ്കിലോ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു ഡിമാൻഡ് സോണിന് 4 അവർ ബ്രേക്ക് ചെയ്യണം, താഴോട്ടായാലും മുകളിലോട്ടായാലും.
ഓക്കെ. സോ സ്ട്രക്ചർ നമുക്ക് വേണ്ടത് 4 ഹവറിന്റെ ഒരു ഏരിയാസ് നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ 4 ഹവറിൽ നമുക്ക് ചെറിയ ഒരു ഈ ഒരു താഴ്ഭാഗത്ത് നമ്മൾ ഡെയിലി ഇതൊക്കെ ചെയ്യുന്ന പോലെ തന്നെ താഴ്ഭാഗത്ത് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ 4 ഹവറിന് ഒരിക്കലും ഈ ഒരു 4 ഹവർ ഓൾറെഡി നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ കുറേ ലിക്വിഡിറ്റീസ് ഉണ്ട്. ഈ ഒരു ഏരിയാസിൽ കുറേ ലിക്വിഡിറ്റീസ് ഉണ്ട്. മാർക്കറ്റ് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലെവലിന് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മാർക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ ഒരു ഹൈന മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാർക്കറ്റ് ഇവിടെ ഉള്ള ലോവർ ഹൈസ് ഒക്കെ ബ്രേക്ക് ചെയ്ത്. ഓക്കെ, ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് സംഭവിക്കണമായിരുന്നു, ഇവിടെ നിന്ന് മാർക്കറ്റ് പുഷ് ചെയ്തിട്ട് പുതിയൊരു ഹൈയിലോട്ട് മാർക്കറ്റ് പോകണമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് ഈ ഹൈനെ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊരു ലിക്വിഡിറ്റി സ്വീപ്സ് ആയി, ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റീസിന്റെ സ്വീപ്പ് അവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കേസ് ഇപ്പോൾ 1 hour ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസമൊക്കെ ഞാൻ മാർക്കറ്റ് അനലൈസ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുന്നുണ്ട്. സ്ട്രക്ചർ നോക്കിയ സമയത്ത് ഇവിടെ എപ്പോഴും അറിയാം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു ഹൈന മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. സെയിം ഏരിയക്ക് വന്നു, ചെറിയ കറക്ഷൻ വന്നു, ഈ ഒരു സെയിം ഡിമാൻഡ് ഏരിയക്ക് വന്നു. വീണ്ടും മാർക്കറ്റിന് ഈ ഒരു പ്രീവിയസ് ഹൈന മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതുകൊണ്ടാണ് തിങ്കളാഴ്ച നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് ഒരു പ്രോപ്പർ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ട് ട്രേഡ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻഡിസിഷൻ മാർക്കറ്റിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവാൻ നല്ല പ്രോബബിലിറ്റീസ് ഉണ്ട് മൺഡേ ട്രേഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ. പിന്നെ അതിനോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഒരു ബുള്ളിഷ് ട്രെൻഡ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ന്യൂയോർക്ക് നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ഒരു ന്യൂയോർക്ക് ഏരിയ എന്ന് പറയുന്നത് ഞാൻ 1 ഹവറിന് ഒരു 30 മിനിറ്റ്സിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് 30 മിനിറ്റ്സിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിമാൻഡ് സോൺ ഞാൻ കൺസിഡർ ചെയ്യും. ഈ ഒരു ഏരിയ ഞാൻ കൺസിഡർ ചെയ്യും. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇത് ഓൾറെഡി ഒരു മിറ്റിഗേറ്റഡ് ഏരിയ ആണ്. മിറ്റിഗേറ്റഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു SNRനെ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിജക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ നോക്കുന്ന ഒരു ഏരിയ മാർക്കറ്റ് സ്റ്റിൽ ഈ ഒരു ഏരിയയിലോട്ട് വന്നു. ഇവിടെ എന്തെങ്കിലും മാർക്കറ്റ് സ്ട്രക്ചർ ഇപ്പോൾ മാർക്കറ്റ് ഫാൾ ആവുന്നത് മേ ബി ഒരു ലോ തന്നു, ഒരു ഹൈ തന്നു, ഒരു ലോ തന്നു, ഒരു ഹൈ തന്നു എന്നായിരിക്കും. ഇനി ഇവിടെ നിന്ന് ഈ ഒരു ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സെയിം ഏരിയക്ക് റീട്രേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ബൈ പൊസിഷൻസ് ആഡ് ചെയ്യും, സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ സോണിൽ വെക്കും. എന്നിട്ട് ഞാൻ വെക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഈ ഒരു ലെവലായിരിക്കും. പിന്നെ ഇൻ കേസ് ഇത് ഇങ്ങനെ സംഭവിച്ചില്ല എന്ന് വിചാരിക്കുന്നു, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡെയിലി വൈസ് എങ്ങനെ ക്ലോസ് ആവുക, ഈ ഒരു ലെവലിന്റെ താഴോട്ടായിരിക്കും ഡെയിലി വൈസ് ക്ലോസ് ആവുക. അപ്പോൾ നാളെ തൊട്ട് ട്രേഡ് നമ്മൾ നോക്കുന്നതും ഇതേപോലെ തന്നെ ആയിരിക്കും. മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ലോന മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ഇവിടെ അറിയാം മാർക്കറ്റ് എന്താണ്, ഈ ലോന മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു, ഈ ലെവലിനെ ബ്രേക്ക് ചെയ്താൽ സ്റ്റിൽ ഈ സെയിം ഏരിയാസ് ഉണ്ടല്ലോ, ഈ ഏരിയയിലോട്ട് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് വരും. വീണ്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫാളാണ്. ആ ഫാൾ വരുമ്പോൾ നമുക്കറിയാം പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഇവിടുത്തെ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഈ ഒരു ഏറ്റവും താഴത്തുള്ള ഈ ഒരു ലോ നമുക്ക് നോക്കാം. ഈ ഒരു ലോയിലോട്ടൊക്കെ നമുക്ക് ഒരു ട്രേഡ് നമുക്ക് പുഷ് ചെയ്യാം. അപ്പോൾ ഇന്ന് പ്രോപ്പറായിട്ടൊരു മാർക്കറ്റ് സ്ട്രക്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നിങ്ങൾ. സോ ഹയർ ടൈം ഫ്രെയിം നമ്മൾ ബുള്ളിഷ് ആണ്. അതേപോലെ 2 ടൈം ഫ്രെയിം, മന്ത്ലി ബേസും വീക്ക്ലി ബേസും. ഡെയിലി ബേസ് നമുക്ക് ചെറിയൊരു കൺസൾട്ടേഷൻ ഉണ്ട്. അത് എവിടെക്കാണോ പ്രോപ്പർ ബ്രേക്ക് ഔട്ട്, ഒരു പ്രോപ്പർ സെല്ലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ഏരിയനെ മാർക്കറ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ടിൽ ഈ ഒരു ലെവൽ ഇവിടെയുള്ള ഈ സപ്പോർട്ട് ഇതിലോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൽ പൊസിഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. അല്ല ഇന്നത്തെ ദിവസം സ്റ്റിൽ ഇതിന് മുകളിൽ ക്ലോസ് ആവുന്നു. ഇനി നാളെ ഇതുപോലെ കൺസൾട്ടേഷൻ, ഈ ഒരു കൺസൾട്ടേഷൻ നല്ല രീതിക്ക് ഒരു ബ്രേക്ക് നടക്കും. സോ ഇനി നാളെ ഇതുപോലെ നമുക്ക് എന്താണ് മാർക്കറ്റ് ഈ ലെവലിന്റെ മേലോട്ട് ബൈ ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ മാർക്കറ്റ് എന്താ സംഭവിക്കുന്നത്, ഈ ഒരു ഡിമാൻഡ് ഏരിയ, ഈ ഒരു SNR ലെവലിന്റെ മാർക്കറ്റിന് സെല്ലേഴ്സിന് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റിൽ ബയേഴ്സ് ആണ്, ആ ഒരു പ്രൈസ് സൈക്കിളിൽ ബയേഴ്സ് ആണ് ഡോമിനേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു പുൾ ബാക്ക് ആയിട്ട് മാർക്കറ്റിന്റെ മുകളിലോട്ട് തന്നെ ഇവിടുത്തെ ഏരിയാസിനെ മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡിന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോസ് ഒരു പ്രീ മാർക്കറ്റ് അനലൈസിസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ നിങ്ങൾ ട്രേഡിങ്ങിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യണം, നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക.